ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി എഡ് അതേപോലെ തന്നെ ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് 2025-26 അക്കാഡമിക് ഇയറിൽ അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ടീച്ചിങ് മേഖലയിലോട്ട് ജോബ് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥികൾ ടീച്ചിങ് മേഖലയിലോട്ട് ജോബ് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിലവിൽ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ബി എഡ് അതേപോലെ തന്നെ DLED. നമുക്ക് ഒന്നാമതായിട്ട് ബി എഡ് കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതായത് നിലവിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ടീച്ചിങ് മേഖലയിലോട്ട് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹയർ സെക്കൻഡറി വരെ, അതായത് UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെ ടീച്ചിങ് മേഖലയിലോട്ട് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് ബി എഡ് എന്ന് പറയുന്ന കോഴ്സ്. സ്വാഭാവികമായും നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ ഈ 4 യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിലെ ബി എഡ് കോഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ നിലവിൽ ഏറ്റവും അവസാനമായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പോൾ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ MG യൂണിവേഴ്സിറ്റിയിൽ ഇനിയും ബി എഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ മാസം ലാസ്റ്റ് വരെ മെയ് 31 വരെയാണ് നിലവിൽ ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ ഡേറ്റ്. ഞാൻ അതിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇനിയും അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവർ മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കാത്തവർക്കൊക്കെ MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി വളരെ പ്രധാനമായിട്ടും കാത്തിരിക്കുന്ന മറ്റു യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, അതേപോലെ കേരള, കണ്ണൂർ ഈ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ സമയത്ത് ഉടൻ തന്നെ നിങ്ങളെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നേരത്തെ തന്നെ പല അപ്ഡേറ്റ്സുകളും പറഞ്ഞിരുന്നു. ഏറ്റവും അവസാനമായിട്ട് NCTയുടെ ഭാഗത്തു നിന്ന്, അതായത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCT ആണ് ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ടീച്ചിങ് മേഖലയിലെ എല്ലാ അപ്ഡേറ്റ്സുകളും കൊണ്ടുവരുന്നത്. അപ്പോൾ NCTയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി എഡ് അതായത് മൾട്ടി ഡിസിപ്ലിനറി കോളേജ് എന്നുള്ളൊരു സംവിധാനത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾക്കറിയാം ബി എഡ് കോഴ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, MG, കേരള, കണ്ണൂർ ഓരോ യൂണിവേഴ്സിറ്റിയിലും ബി എഡ് കോളേജ് സെപ്പറേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള തലത്തിലോട്ട് കോളേജസ് കൊണ്ടുവരിക എന്നുള്ളതാണ് NCTയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാനമായിട്ട് കൊണ്ടുവന്ന അപ്ഡേറ്റ്സ്. നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് BA, BSc, BCom ഇങ്ങനെയുള്ള കോഴ്സുകളോടൊപ്പം ബി എഡ് കോഴ്സ് കൊണ്ടുവരിക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കേരളത്തിന് പുറത്തുമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഓൾറെഡി ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് സംവിധാനം വന്നിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്ന് ഓരോ സബ്ജക്റ്റിനും, അത് BA BEd, BSc BEd, BCom BEd എന്നുള്ള ആ രീതിയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലോട്ട് എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെയും കീഴിലുള്ള കോളേജസ് മാറ്റുക എന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി ബി എഡ് എന്നുള്ളത്. ആ സിസ്റ്റം കൊണ്ടുവരാനാണ് തീരുമാനം ഏറ്റവും അവസാനമായിട്ടുള്ള അപ്ഡേറ്റ്സ് പ്രകാരം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള കോളേജുകളൊക്കെ സിംഗിൾ സിസ്റ്റത്തിലുള്ള ബി എഡ് കോളേജസൊക്കെ മെർജ് ചെയ്തുകൊണ്ട്, അതായത് സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ സിംഗിൾ ബി എഡ് കോളേജൊക്കെ മെർജ് ചെയ്യുക എന്നുള്ള സിസ്റ്റം കൂടിയാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരുപാട് കോളേജുകൾ ആ കോളേജിലൊക്കെ ഒരു ഏറ്റവും അടുത്തുള്ള ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷനോട്ട് മെർജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്സ്, ഓരോ സബ്ജക്റ്റിലും 50 സീറ്റുകൾ വെച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് NCTയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സിൽ വന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊക്കെ 2030 പൂർണ്ണമായിട്ട് നടപ്പിൽ വരുത്തുക എന്നുള്ളൊരു സിസ്റ്റമാണ് NCTയുടെ പുതിയ റെഗുലേഷൻസ് പ്രകാരം വന്ന അപ്ഡേറ്റ്സുകൾ. അപ്പോൾ എന്തായാലും 1 ഇയർ അതേപോലെ 2 ഇയർ എന്നുള്ള കോഴ്സൊക്കെ ടോട്ടലി മാറി ഈ പറയുന്ന 4 വർഷത്തെ അതായത് ഡിഗ്രിയോടൊപ്പം തന്നെ ഒരു ബി എഡ് എന്നൊരു സിസ്റ്റം പൂർണ്ണമായിട്ടും 2030 വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ബി എഡ് കോഴ്സ് ടീച്ചിങ് മേഖലയിലോട്ട് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വളരെ കൃത്യമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഏറ്റവും കൂടുതൽ കഴിവുള്ള അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം ടീച്ചിങ് മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നൊരു സിസ്റ്റമാണ് NCTയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുകയാണ്, സ്വാഗതാർഹമാണ്. കാരണം ഇനിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ 1ാം ക്ലാസ് മുതൽ +2 ആയിക്കോട്ടെ ഇത്തരത്തിൽ ഹയർ സെക്കൻഡറി വരെയുള്ള ടീച്ചിങ് എന്നുള്ള പ്രൊഫഷൻ ഏറ്റവും മികച്ച ഒരു രീതിയിലോട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വരുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു അപ്ഡേറ്റ്സൊക്കെ വരുന്ന നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും ഈ അപ്ഡേറ്റ്സൊക്കെ വരുന്ന സ്ഥിതിയിൽ നിലവിൽ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന്
ഈ പറയുന്ന പുതിയ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ BEd കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പരമാവധി ലേറ്റ് ആകാതെ വിദ്യാർത്ഥികൾക്ക് BEd കോഴ്സ് ചെയ്യുക. ഇപ്പോൾ കേരളത്തിലെ MG യൂണിവേഴ്സിറ്റി ഈ ഒരു അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം മറ്റു യൂണിവേഴ്സിറ്റി അപേക്ഷ വിളിക്കുകയാണ്. കൂടാതെ തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളും അതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും കേരളത്തിന് പുറമേയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ കേരള PSC അംഗീകാരത്തോടെയുള്ള BEd കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അഡ്മിഷനൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ കരിയറിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഗൈഡൻസ് ഓൾറെഡി അഡ്മിഷൻ സംബന്ധമായിട്ട് ഗൈഡൻസും അതേപോലെ തന്നെ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന സിസ്റ്റവും നമ്മുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനിയും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ BEd കോഴ്സ് അഡ്മിഷൻ എടുക്കുവാൻ നമ്മുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ അപ്ഡേറ്റ്സുകൾ നമ്മുടെ പേഴ്സണലായിട്ട് ആ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് BEd ഡീറ്റെയിൽസ് എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അതായത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥി കൃത്യം ശ്രദ്ധിക്കുക, മാർക്ക് കുറഞ്ഞ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാഹചര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ BEd അഡ്മിഷൻ ഡീറ്റെയിൽസ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ഡീറ്റെയിൽസ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അത് നേരത്തെ തന്നെ അത്തരത്തിൽ വീഡിയോ പലരും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിരുന്നു. അത് ആ ഒരു സംവിധാനം വിദ്യാർത്ഥികൾ മാർക്ക് കുറഞ്ഞ് ഉപയോഗപ്പെടുത്തുക. കാരണം പരമാവധി എത്രയും പെട്ടെന്ന് BEd കോഴ്സ് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന കോഴ്സാണ് DLED അഥവാ TTC കോഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിലവിൽ LPയിലും UPയിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചു, അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ടീച്ചിങ് മേഖലയിലോട്ട് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സാണ് DLED അഥവാ TTC കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു DLED കോഴ്സും TTC അതായത് DLED അല്ലെങ്കിൽ TTC കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ടുള്ള 2025 അഡ്മിഷൻ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം വരെ ഈ DLED കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓഫ്ലൈൻ ആയിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത്. അതായത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സാധാരണ രീതിയിൽ നോട്ടിഫിക്കേഷൻ PDF ആയിട്ട് പ്രസിദ്ധീകരിക്കും. അതുമായി ബന്ധപ്പെട്ട് അപേക്ഷാ രീതി ഓഫ്ലൈൻ ആയിട്ട് നൽകുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ DLED കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പല +2 വിദ്യാർത്ഥികളും ഇപ്പോഴും മനസ്സിലാക്കി വെച്ചത് സാധാരണ രീതിയിൽ തന്നെ കാലിക്കറ്റ് MG കേരള യൂണിവേഴ്സിറ്റി പോലെ ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ അത് യൂണിവേഴ്സിറ്റി അടിസ്ഥാനത്തിൽ വിളിക്കും എന്നുള്ളൊരു രീതിയാണ്. എന്നാൽ അത്തരത്തിലല്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പൂർണ്ണമായിട്ടും ഓഫ്ലൈനായിട്ട് ഓരോ ജില്ലയിലും 14 ജില്ലകളിലെയും ഈ TTC കോഴ്സുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ വിളിക്കും. അതിനനുസരിച്ച് ഓഫ്ലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്ന രീതിയുമാണ്. ആ രീതി തന്നെയാണ് ഈ വർഷം ഉണ്ടാവാൻ ചാൻസ്. അതുകൊണ്ട് TTC കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ അതായത് നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ TTC കോഴ്സിൻ്റെ അപേക്ഷ വിളിക്കുന്ന സമയത്ത്, അതായത് DLED കോഴ്സിൻ്റെ അപേക്ഷ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കാനും നിങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ DLED അതേപോലെ BEd കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ തന്നെ അറിയിക്കും. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോകൾ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.